ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുരുക്കുമുറുകുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ശനിയാഴ്ച ചോദ്യം ചെയ്യും. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം. ഇതിനിടെ കൂടുതൽ വെളിപ്പെടുത്തലുമായി സഹസ്പോൺസർമാരും രംഗത്ത് വന്നു. അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയത്. താൻ നിരപരാധിയാണെന്നും തന്റെ ഭാഗം ശരിയോ തെറ്റോ എന്ന് കോടതി തീരുമാനിക്കുമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി. വിവാദത്തിൽ കൂടുതൽ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി തയ്യാറായില്ല. എന്റെ പക്ഷം, എന്റെ ഭാഗം ശരിയോ തെറ്റെന്ന് കോടതി തീരുമാനിച്ചു. ദേവസ്വം വിജിലൻസ് അതിന്റെ അന്വേഷണമൊക്കെ നടത്തി അതിന്റെ കുറ്റക്കാരും തെളിവും ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കുന്ന സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ലൈവായിട്ട് ഒരു മറുപടി ഞാൻ തരാം. ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ കോടതി ശിക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് ഒരു സ്വകാര്യത എന്നുള്ള രീതിയിലുള്ള ഒരു അന്തസ് കീപ്പപ്പ് ചെയ്യാനുള്ള അവസരം മീഡിയ എല്ലാവരും എനിക്ക് തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഗുരുതര കണ്ടെത്തലുകളിലാണ് ദേവസ്വം വിജിലൻസ്. സ്വർണം പൂശുന്നതിനും അന്നദാനത്തിന്റെ പേരിലും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിലും പണപ്പിരിവ് നടത്തി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ കൊണ്ടുപോയതും പണപ്പിരിവിന്റെ ഭാഗമാണെന്നാണ് സംശയിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമല കേന്ദ്രീകരിച്ചുള്ള ഇടപാടുകൾ വിജിലൻസ് പരിശോധിക്കും. അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ശബരിമല ശ്രീകോവിൽ വാതിൽ എന്ന പേരിൽ ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിച്ച് പൂജിച്ചെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇതിനിടെ തങ്ങൾക്ക് ലഭിച്ചത് ചെമ്പുപാളി എന്ന വെളിപ്പെടുത്തലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹസ്പോൺസർ അനന്തസുബ്രഹ്മണ്യനും രംഗത്തെത്തി. ദ്വാരപാലക ശില്പം പൊതിയാൻ സ്വർണം കൊടുത്തു എന്ന് മറ്റൊരു സഹസ്പോൺസർ രമേശ് റാവുവും പറഞ്ഞു. രമേശ് അത് ഗോൾഡ് പണ്ണു சொல்லிங்கறாங்க. உங்களுக்கு என்னதான் எவ்வளவு சார் நான் கமிட் ஆக மாட்டேன். என்கிட்ட எவ்வளவு நான் கொடுக்குறேன் சார். அதை பற்றி நம்மளுக்கு எதுவுமே தெரியாது சார். அது காப்பரா கബ്ബുനാവാ സ്റ്റീലാ അലുമിനിയമാ നമ്മൾക്ക് എതുമേ தெரியாது. ശനിയാഴ്ച പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിലൂടെ നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.